ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു കോമക്സ് ട്യൂട്ടോറിയൽ. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിൽ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന ടോപ്പിക്കിൻ്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതിൻ്റെ ബാക്കി വരുന്ന കുറച്ച് പ്രോബ്ലംസും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, കൂടാതെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടെത്താൻ രണ്ട് മെത്തേഡാണ് യൂസ് ചെയ്യുക. ഫസ്റ്റ് വൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡും സെക്കൻഡ് വൺ കൺവേർഷൻ മെത്തേഡും. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് പ്രകാരം കുറച്ചും കൂടി നമുക്ക് പഠിക്കാനുണ്ട്, അതുകൂടി നമുക്ക് നോക്കാം. എന്നിട്ട് കൺവേർഷൻ മെത്തേഡിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് പ്രകാരം പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും നെക്സ്റ്റ് വൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. എന്തിനാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റലും അതേപോലെ ക്ലോസിംഗ് ക്യാപിറ്റലും കിട്ടാൻ വേണ്ടിയാണ്. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് പ്രിപ്പയർ ചെയ്യും. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൻ്റെ ഫോർമാറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. ക്ലോസിംഗ് ക്യാപിറ്റൽ, അതിൻ്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്യാം. ദെൻ അഡീഷണൽ ക്യാപിറ്റലും ഓപ്പണിംഗ് ക്യാപിറ്റലും ലെസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ കിട്ടും. ഈ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസിനെ നമ്മൾ വിളിക്കുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കിട്ടും. ക്ലിയർ? ഇതുവരെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. ഇനി വെൻ ഇൻകം ആൻഡ് എക്സ്പെൻസസ് ആർ ഗിവൺ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇൻകംസ് ആൻഡ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ സച്ച് ആസ് പ്രൊപ്പറേറ്ററി സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ബാഡ് ഡെറ്റ്സ്, ഡിസ്കൗണ്ട് അലൗഡ്, ഡിപ്രിസിയേഷൻ, റിസർവ് ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് തുടങ്ങിയതൊക്കെ എന്താണ്? എക്സ്പെൻസ് ആണ്. അപ്പോൾ എന്താണ് എക്സ്പെൻസ്, എന്താണ് ഇൻകംസ് ഒക്കെ നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പെൻസ് ക്വസ്റ്റ്യനിൽ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എക്സ്പെൻസ് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. ഓക്കെ, ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് കിട്ടിയ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് എക്സ്പെൻസ് എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. ഇനി ഗ്രോസ് ലോസ് ആണ് കിട്ടിയതെങ്കിൽ, നമുക്ക് ലോസ് ആണ് കിട്ടിയതെങ്കിൽ ആ ഗ്രോസ് ലോസിൽ നിന്നും ഈ എക്സ്പെൻസ് എന്ത് ചെയ്യണം? ആ ഗ്രോസ് ലോസിൻ്റെ കൂടെ ഈ എക്സ്പെൻസ് ആഡ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ എക്സ്പെൻസ് എന്താണ്? എക്സ്പെൻസ് ക്വസ്റ്റ്യനിൽ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. എക്സ്പെൻസ് ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ ലെസ് ചെയ്യുക, ഗ്രോസ് ലോസ് ആണെന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ക്ലിയർ? ഇനി ഇൻകം സച്ച് ആസ് ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, റിസർവ് ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എക്സെട്ര. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ ഇൻകംസ് ക്വസ്റ്റ്യനിൽ തരികയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ ഇൻകംസ് ഷുഡ് ബി ആഡഡ് വിത്ത് ദി ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എക്സ്പെൻസ് ലെസ് ചെയ്യുകയും ഇൻകംസ് ആഡ് ചെയ്യുകയും ആണ് ചെയ്യേണ്ടത്. ഇനി ഗ്രോസ് ലോസ് ആണ് കിട്ടിയതെങ്കിൽ ഈ ഗ്രോസ് ലോസിൽ നിന്ന് ഈ ഇൻകംസ് ഡിഡക്റ്റ് ചെയ്യണം. ഇഫ് ദർ ഈസ് എ ഗ്രോസ് ലോസ് ദെൻ ദീസ് ഇൻകം ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ഗ്രോസ് ലോസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഗ്രോസ് പ്രോഫിറ്റ് ആണ് കിട്ടിയതെങ്കിൽ എക്സ്പെൻസ് ഡിഡക്റ്റ് ചെയ്യുകയും ഇൻകംസ് ആഡ് ചെയ്യുകയും ചെയ്യാം. ലോസ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻസ് കോസ്റ്റിൽ തരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നോക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതുപോലെ തന്നെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചു. എങ്ങനെയാണ്? ക്ലോസിംഗ് ക്യാപിറ്റൽ എവിടുന്ന് കിട്ടും? ക്ലോസിംഗ് ക്യാപിറ്റൽ അത് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് അല്ലേ, അത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടും. ദെൻ ഡ്രോയിങ്സ് ആഡ് ചെയ്യാം. ലെസ് അഡീഷണൽ ക്യാപിറ്റൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യാം. ദെൻ ഓപ്പണിംഗ് ക്യാപിറ്റലും ലെസ് ചെയ്യാം.
അപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റലും ഓപ്പണിംഗ് ക്യാപിറ്റലും നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അങ്ങനെ ഇത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഗ്രോസ് പ്രോഫിറ്റോ അല്ലെങ്കിൽ ഗ്രോസ് ലോസോ കിട്ടി. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റാണ് കിട്ടിയതെങ്കിൽ ആ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് എന്ത് ലെസ് ചെയ്യാം? എക്സ്പെൻസ് ലെസ് ചെയ്യാം അല്ലേ? ഡിപ്രിസിയേഷൻ, ബാഡ് ഡെറ്റ്സ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻകം റിസീവ്ഡ് ആൻഡ് അഡ്വാൻസ്, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺസ്, ഇതൊക്കെ എന്താണ്? എക്സ്പെൻസ് ആണ്. അപ്പോൾ ഈ എക്സ്പെൻസ് എല്ലാം എന്ത് ചെയ്യണം? ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എമൗണ്ട് കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഇൻകംസ് എന്താ പറഞ്ഞത്? ഇൻകം ആഡ് ചെയ്യണം. ഏതൊക്കെയാണ്? അപ്രിസിയേഷൻ ഓഫ് അസറ്റ്, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകംസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇതൊക്കെ എന്താണ്? ഇൻകംസ് ആണ്. ഈ ഇൻകംസ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ക്ലിയർ? അപ്പോൾ സിമ്പിളാണ്. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ തന്നെയാണ് ഇവിടെയും. എന്ത് വ്യത്യാസമുള്ളൂ? അതിൻ്റെ കൂടെ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യുക, ഇൻകംസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ക്ലിയർ? ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: മിസ്റ്റർ ദീപക് കീപ്സ് ഹിസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം. കാൽക്കുലേറ്റ് നെറ്റ് പ്രോഫിറ്റ് ആസ് ഓൺ 31st March 2020. ഓക്കെ, ദീപക് സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നത്തെ 31st March 2020. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡേറ്റ് നോക്കിയിട്ട് അല്ലേ, 1st April 2019 ഓപ്പണിംഗ് ആണ്. അപ്പോൾ ക്ലോസിംഗ് ഏതാണ്? 31st March 2020. അഡീഷണൽ ക്യാപിറ്റൽ തന്നിട്ടുണ്ട് 1 lakh, ഔട്ട്സ്റ്റാൻഡിങ് സാലറി 10,000, റെൻറ്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് 10,000, പ്രീപെയ്ഡ് ഇൻഷുറൻസ് 5,000, ഡ്രോയിങ്സ് തന്നിട്ടുണ്ട് 25,000. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇതിൽ നമുക്ക് ക്യാപിറ്റൽ, ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും അഡീഷണൽ ക്യാപിറ്റലും ഡ്രോയിങ്സും എന്താ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് അല്ലേ? ഇനി ഈ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്താണ്? അത് ഒരു എക്സ്പെൻസ് ആണ് അല്ലേ? സാലറി എന്ത് ചെയ്യാണ്ട് കൊടുക്കാനുണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഇനി റെൻറ്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്, റെൻറ്റ് കിട്ടാൻ ആയിട്ടുണ്ട് അല്ലെങ്കിൽ കിട്ടാനുള്ള സമയമായി, പക്ഷേ എന്ത് ചെയ്തിട്ടില്ല? റെൻറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതെന്താണ്? റെൻറ്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്, അത് ഇൻകമാണ്. ഓക്കെ, ദെൻ പ്രീപെയ്ഡ് ഇൻഷുറൻസ് മുൻകൂട്ടി അടച്ചിട്ടുണ്ട്, അത് എന്താണ്? ഇൻകമാണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് ഒക്കെ ഇൻകമാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആൻസർ നോക്കാം. ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 7,20,000. അതിൻ്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്തു, ദാറ്റ് ഈസ് 25,000. അപ്പോൾ എത്ര കിട്ടി? 7,45,000 കിട്ടി. ഈ 7,45,000 നിന്ന് അഡീഷണൽ ക്യാപിറ്റൽ നോക്കാം. അഡീഷണൽ ക്യാപിറ്റൽ എത്രയാണ്? 1 lakh. അഡീഷണൽ ക്യാപിറ്റൽ എന്ത് ചെയ്തു? ലെസ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 6,45,000. ഓക്കെ, അപ്പോൾ അതാണ് അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ. ദെൻ ആ അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യണം? 5 lakh ലെസ് ചെയ്യണം. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ 5 lakh ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് എത്ര കിട്ടി? 1,45,000. ക്ലിയർ? ഇനിയാണ് നമ്മുടെ ഇൻകവും എക്സ്പെൻസും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിൽ ലെസ് ചെയ്യുക. ഇവിടെ ആകെ ഒരു എക്സ്പെൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ, ദാറ്റ് ഈസ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി. അത് എത്രയാണ്? 10,000. അത് ലെസ് ചെയ്തു. ലെസ് ചെയ്യുന്നത് വെച്ചാൽ ഈ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതെന്താണ്? അത് ലെസ് ചെയ്യാവുന്നുള്ള ഒരു സൈനാണത്. ഓക്കെ, ദെൻ ഇൻകം ഉണ്ടെങ്കിൽ ഇൻകം എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇൻകം ഏതൊക്കെയാണ്? റെൻറ്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് ഇൻകമാണ് 10,000 ഇൻകം. ദെൻ പ്രീപെയ്ഡ് ഇൻഷുറൻസ് ആൾസോ ഇൻകമാണ് 5,000. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 15,000. അപ്പോൾ ഈ 1,45,000 നിന്ന് 10,000 ലെസ് ചെയ്തു, 15,000 ആഡ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? നെറ്റ് പ്രോഫിറ്റ് ഓൺ 31st March 2020 എത്രയാണ് എമൗണ്ട്? 1,50,000. ക്ലിയർ അല്ലേ? ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് നോക്കാം. ഇതോട് കൂടിയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആകും. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: മിസ്റ്റർ എ കീപ് ഹിസ് ബുക്സ് ഓൺ സിംഗിൾ എൻട്രി സിസ്റ്റം ആൻഡ് ദ ഫോളോയിങ് ഇൻഫോർമേഷൻ ഈസ് ഡിസ്ക്ലോസ്ഡ് ഫ്രം ഹിസ് റെക്കോർഡ്. അപ്പോൾ മിസ്റ്റർ എ സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബാലൻസ് അറ്റ് ബാങ്ക്, അപ്പോൾ ഇവിടെ 2
കോളം തന്നിട്ടുണ്ട്. ഒന്ന് 31 ഡിസംബർ 2019 ഒന്ന് 31 ഡിസംബർ 2020. അപ്പോൾ ഇത് ഏതാകും? ഓപ്പണിംഗ് ആകും, ഇത് ക്ലോസിംഗ് ആകും അല്ലേ? ഓക്കെ. അപ്പോൾ ബാലൻസ് അറ്റ് ബാങ്ക് 2500 ഇത് ക്രെഡിറ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താകും? ഓവർ ഡ്രാഫ്റ്റ് ആണ്. ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാങ്കിന് അങ്ങോട്ട് കൊടുക്കാനുള്ളതാണ്, ഓവർ ഡ്രാഫ്റ്റ് ആണ്. ക്ലോസിങ്ങിൽ 5500 ബാലൻസ് ഉണ്ട്. ഓക്കെ. ദെൻ സൺട്രി ഡെപ്റ്റേഴ്സ് 14,000, 21,000 ഫർണിച്ചർ, സ്റ്റോക്ക് ഇൻ ട്രേഡ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ക്യാഷ് ഇൻ ഹാൻഡ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ ആൻഡ് ലോൺസ് ഫ്രം പങ്കജ്. ഓക്കെ, ഇത്രയാണ് ഇൻഫോർമേഷൻ. ഇനി അഡീഷണൽ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്, എന്താണെന്ന് നോക്കാം. മിസ്റ്റർ എ ട്രാൻസ്ഫേർഡ് ₹300 പെർ മന്ത് ഫ്രം ദി ബിസിനസ് ടു ഹിസ് പ്രൈവറ്റ് ബാങ്ക് അക്കൗണ്ട് ബൈ വേ ഓഫ് ഡ്രോയിങ്. അപ്പോൾ ഡ്രോയിങ് ആയിട്ട് ഓരോ മാസവും 300 രൂപ ബിസിനസ്സിൽ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വർഷത്തേക്ക് എത്ര ആകും? 3600 രൂപ ആകും. ഓക്കെ. കൂടാതെ ഹി വിഡ്രോ ₹6,000 ഫോർ ഹിസ് ഡോട്ടർ മാരേജ്. എത്രയാണ് ഡോട്ടറിൻ്റെ മാരേജ്, മകളുടെ കല്യാണ ആവശ്യാർത്ഥം 6000 രൂപയും വിഡ്രോ ചെയ്തിട്ടുണ്ട്, ബിസിനസ്സിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ, തീർന്നില്ല. ആൻഡ് ₹500 ഫോർ ചാരിറ്റബിൾ പർപ്പസ്. ചാരിറ്റബിൾ പർപ്പസിന് 500 രൂപയും എടുത്തിട്ടുണ്ട്. ആൻഡ് ഹി ആൾസോ വിഡ്രോ ഗുഡ്സ് വർത്ത് ₹2,500 ഫോർ ഡൊമസ്റ്റിക് പർപ്പസ്. അപ്പോൾ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് 2500 രൂപയുടെ ഗുഡ്സും ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര വരും? ഈ 3600ഉം 6500 ആൻഡ് 2500 ഇതൊക്കെ കൂടി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 12600 കിട്ടും. ഓക്കെ, 12600 ആണ് എന്ത്? ഡ്രോയിങ്സ്. ക്ലിയർ? നെക്സ്റ്റ്, ഇൻ ആഗസ്റ്റ് 2020 ഹി ഹാഡ് റിസീവ്ഡ് എ ലോട്ടറി പ്രൈസ് ഓഫ് ₹6,000. 6000 രൂപയുടെ ലോട്ടറി കിട്ടിയിട്ടുണ്ട്. ഓഫ് വിച്ച് ഈസ് ഹി ഇൻവെസ്റ്റഡ് 3000 ടു ഹിസ് ബിസിനസ്. അതിൽ 3000 രൂപ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതെന്താകും? ഈ 3000 എന്താകും? അഡീഷണൽ ക്യാപിറ്റൽ ആകും അല്ലേ? 6000 ലോട്ടറി അടിച്ച് ഫുള്ളായിട്ടും എന്ത് ചെയ്യുന്നില്ല? ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, 3000 ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഹി ആൾസോ സോൾഡ് സം പ്രൈവറ്റ് പ്രോപ്പർട്ടി ഫോർ ₹8,000. 8000 രൂപയുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി വിറ്റു. എന്നിട്ട് അത് ബിസിനസ്സിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 8000 രൂപ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അത് അഡീഷണൽ ക്യാപിറ്റലാണ്. അപ്പോൾ ഈ 3000ഉം അതേപോലെ ഈ 8000ഉം 3000 പ്ലസ് 8000 അഡീഷണൽ ക്യാപിറ്റൽ എത്ര വരിക? 11,000. ക്ലിയർ? ഹി വാണ്ട്സ് ഹിസ് ഫർണിച്ചർ ടു ഡിപ്രിഷിയേറ്റ് അറ്റ് 10% per annum. ഡിപ്രിസിയേഷൻ, ഫർണിച്ചറിൻ്റെ ഡിപ്രിസിയേഷൻ 10% ആണ്. റിസർവ് ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ക്രിയേറ്റഡ് അറ്റ് 6%. പിന്നെ പറഞ്ഞത് ഈ ഹാഡ് നോട്ട് പെയ്ഡ് 2 months സാലറി ടു ഹിസ് അക്കൗണ്ടൻറ്റ് അറ്റ് ദി റേറ്റ് ഓഫ് ₹400 പെർ മന്ത്. ഓക്കെ, ഇപ്പോൾ 400 പെർ മന്ത് വെച്ചിട്ട് 2 മാസം സാലറി പേ ചെയ്തിട്ടില്ല. കൊടുക്കാനുണ്ട് പക്ഷേ കൊടുത്തിട്ടില്ല. അപ്പോൾ അതെന്താണ്? എക്സ്പെൻസ് ആണ്. ആൻഡ് 2 months റെൻറ്റ് ഓഫ് ദി ഷോപ്പ് വാസ് അൺപെയ്ഡ്. എത്രയാണ്? 2 മാസം റെൻറ്റ് എത്രയാണ്? 500 രൂപ, അതും അടച്ചിട്ടില്ല. അപ്പോൾ അത് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഈ 500 എക്സ്പെൻസ് ആണ്. 400 പെർ മന്ത് 2 മാസത്തേക്ക് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 800ഉം എക്സ്പെൻസ് ആണ്. ക്ലിയർ? ദെൻ ഇൻട്രസ്റ്റ് ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് ബൈ ഹിം വാസ് ₹2100. 100 അതെന്താണ്? ഇൻകമാണ്. നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദി ഇയർ എൻഡഡ് 31 ഡിസംബർ 2020. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഓപ്പണിംഗ് ക്യാപിറ്റലും കിട്ടണം, ക്ലോസിംഗ് ക്യാപിറ്റലും കിട്ടണം. ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓപ്പണിംഗ് ബാലൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും ഈ ക്ലോസിംഗ് ബാലൻസ് വെച്ചിട്ട് ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ആദ്യം ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നമ്മൾ പറഞ്ഞു ലാബിലിറ്റി സൈഡ് ഉണ്ടാകും, അസറ്റ് സൈഡ് ഉണ്ടാകും. ലാബിലിറ്റി സൈഡിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 2500, ദെൻ സൺട്രി ക്രെഡിറ്റേഴ്സ് 25,000, ബിൽസ് പേയബിൾ 1000. അപ്പോൾ ഇതൊക്കെ കൂടി നമ്മൾ ലാബിലിറ്റി സൈഡിൽ ലാബിലിറ്റി അത്രയാണുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യനിൽ അത്രയും ലാബിലിറ്റി ഉള്ളൂ. ദെൻ സൺട്രി ഡെപ്റ്റേഴ്സ് 14,000, ഫർണിച്ചർ, സ്റ്റോക്ക് ഇൻ ട്രേഡ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ക്യാഷ് ഇൻ ഹാൻഡ്. ഇതൊക്കെ എന്താണ്? അസറ്റാണ്. ഇതൊക്കെ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് എടുത്ത് എഴുതി എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് ഒരു ബുക്കിൽ എഴുതുക, എന്നിട്ട് അതിൻ്റെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ആ എമൗണ്ട് നേരെ എടുത്ത് എഴുതി. അപ്പോൾ അസറ്റാണ് കൂടുതൽ. അസറ്റ് എത്രയാണ്? 64,200. അപ്പോൾ 64,200 നിന്ന് 2,500ഉം 25,000ഉം 1,000ഉം ലെസ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 37,500. ഇതാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ.
അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 35,700. ക്ലിയർ. ഇനി ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ട് ക്ലോസിംഗ് ബാലൻസ്, ക്ലോസിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെയും നമ്മൾ അതിലുള്ള എമൗണ്ട് എടുത്ത് എഴുതുന്നു എന്ന് ആ ഒരൊറ്റ കാര്യം ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. ക്രെഡിറ്റേഴ്സ് 29,000, ബിൽസ് പേയബിൾ 600, ലോൺ ഫ്രം പങ്കജ് 4,000. ഓക്കെ, അപ്പോൾ ലാബിലിറ്റി സൈഡിൽ എഴുതി. ദെൻ അസറ്റ് സൈഡിൽ ക്യാഷ് അറ്റ് ബാങ്ക്, സൺഡേ ഡെപ്റ്റേഴ്സ്, ഫർണിച്ചർ, സ്റ്റോക്ക് ഇൻ ട്രേഡ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ക്യാഷ് ഇൻ ഹാൻഡ്. ആ ക്ലോസിങ്ങിലുള്ള ഈ 31 ഡിസംബർ 2020 എമൗണ്ട് അസറ്റ് ആയിട്ടും ലാബിലിറ്റി ആയിട്ടും എഴുതി. ദെൻ എവിടെയാണ് കൂടുതൽ? അസറ്റ് സൈഡാണ് കൂടുതൽ. അപ്പോൾ അസറ്റ് സൈഡിൽ ടോട്ടൽ എത്രയാണ്? 80,500 ആണ്. ഈ 80,500 നിന്ന് എന്ത് ചെയ്തു? ഈ എമൗണ്ട് ലെസ് ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 46,900. ഓക്കെ, ഇവിടെ ഒരു 0 കൂടിയിട്ടുണ്ട്. 46,900 ആണ് കിട്ടിയത്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലും കിട്ടി, ക്ലോസിംഗ് ക്യാപിറ്റലും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 46,900. 46,900 ആണ് ഇത് ക്ലോസിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ആഡ് ഡ്രോയിങ്സ്. നമ്മൾ പറഞ്ഞു ഡ്രോയിങ്സ് ഒക്കെ കൂട്ടി ഏതൊക്കെയാണ്? 3,000 പെർ മന്ത്. അപ്പോൾ എത്ര വരും? 12 മന്ത്സിനേക്ക് ആകുമ്പോൾ 3,600 പ്ലസ് 6,000 പ്ലസ് 500 പ്ലസ് 2,500. ഇതൊക്കെ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 12,600 കിട്ടി. അതാണ് ഡ്രോയിങ്സ്. അപ്പോൾ ഡ്രോയിങ്സ് ആഡ് ചെയ്തു. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടി? 59,500. ഇതിൽ അഡീഷണൽ ക്യാപിറ്റൽ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പോൾ ലോട്ടറി അടിച്ചത് 6,000 രൂപയ്ക്കാണ് ലോട്ടറി അടിച്ചെങ്കിൽ 3,000 ആണ് എന്ത് ചെയ്യുന്നുള്ളൂ? ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ബിസിനസ്സിലേക്ക് അഡീഷണൽ ക്യാപിറ്റൽ എത്ര കൊണ്ടുവരുന്നത്? 3,000 പ്ലസ് ഒരു പ്രോപ്പർട്ടി വിറ്റിട്ട് 8,000 രൂപ കൂടിയും കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 11,000 രൂപ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. അത് ലെസ് ചെയ്തു. അപ്പോൾ എത്ര? അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ എത്ര കിട്ടിയത്? 48,500 കിട്ടി. അതിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്ര? 35,700. ഈ 31/12/2019 അല്ലേ ഓപ്പണിംഗ് ബാലൻസ് ക്യാപിറ്റൽ എത്രയാണ്? 35,700. അപ്പോൾ അത് ലെസ് ചെയ്തപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എത്ര കിട്ടി? 12,800 കിട്ടി. ഇനി ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെൻസ്, ക്വസ്റ്റ്യനിൽ എക്സ്പെൻസ് തന്നിട്ടുണ്ട്, അതേപോലെ ഇൻകം തന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ആണ് കിട്ടിയത്. അപ്പോൾ എക്സ്പെൻസ് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. എക്സ്പെൻസ് നോക്കുക. ഡിപ്രിസിയേഷൻ എത്ര പറഞ്ഞിട്ടുള്ളത്? 10% പെർ ആനം. ഫർണിച്ചറിൻ്റെ 10%. അപ്പോൾ ക്ലോസിംഗ് ബാലൻസിൽ ഫർണിച്ചറിൻ്റെ എമൗണ്ട് എത്രയാണ്? അപ്പോൾ ക്ലോസിംഗ് ബാലൻസിൽ എൻഡ് ഓഫ് ദി ഇയറിൽ ഫർണിച്ചറിൻ്റെ ബാലൻസ് എത്രയാണ്? 27,500. അപ്പോൾ അതിൻ്റെ 10% എന്ന് വരുമ്പോൾ എത്ര വരിക? 2,750. ഓക്കെ, ദെൻ 6% എന്താണ്? ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? 6%. അപ്പോൾ ഇവിടെ ഈ ഡെപ്റ്റേഴ്സ് എത്രയാണ്? ഡെപ്റ്റേഴ്സിൻ്റെ 6% ആണ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് വരിക. ഡെപ്റ്റേഴ്സ് 21,000 ആണ്. അപ്പോൾ 21,000 6% എന്ന് പറയുമ്പോൾ 1,260. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എത്ര? ഈ 2 മാസത്തെ സാലറി കൊടുക്കാനുണ്ട് അല്ലേ? ഇവിടെ നോക്കാം. 2 മാസത്തെ സാലറി 400 രൂപ വെച്ചിട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് 800 രൂപ. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് 2 മാസം റെൻറ്റ് എത്രയാണ്? 500 രൂപ കൊടുക്കാനുണ്ട്. അതും എക്സ്പെൻസ് ആണ്, കൊടുത്തിട്ടില്ല. അപ്പോൾ ടോട്ടൽ 5,310. ഈ 5,310 എന്ത് ചെയ്യുന്നു? ലെസ് ചെയ്യുന്നു. ഏതിൽ നിന്ന്? 12,800 നിന്ന് ലെസ് ചെയ്യുന്നു. അപ്പോൾ എത്ര കിട്ടി? 7,490 കിട്ടി. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഇൻട്രസ്റ്റ് ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് എത്രയാണ്? ഇൻകം ആണ്. ആ ഇൻകം എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് 2,100. അപ്പോൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ എത്ര വരിക? 9,590 കിട്ടും. ക്ലിയർ? അപ്പോൾ ഇതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ ഏത് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. ഓക്കെ, ഇനി നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ളത് ഒരു അക്കൗണ്ടാണ്. ഓക്കെ, എന്നാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്താണ്? ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ക്ലിയർ? അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അക്കൗണ്ടാണ്, മറ്റേത് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്ന ബിസിനസ്സാണ്. അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അവിടെ ഡെബിറ്റ് ഉണ്ടാകും, ക്രെഡിറ്റ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു അക്കൗണ്ട് ഫോർമാറ്റിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അല്ലേ, നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നോക്കാം. ഇറ്റ് ഈസ് സ്റ്റാർട്ട് വിത്ത് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാണ്? ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഗ്രോസ് ലോസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ട്രേഡിങ് അക്കൗണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? ഗ്രോസ് പ്രോഫിറ്റോ അല്ലെങ്കിൽ ഗ്രോസ് ലോസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഇറ്റ് സ്റ്റാർട്ട് വിത്ത് ക്ലോസിംഗ് ക്യാപിറ്റൽ. നമ്മൾ പഠിച്ചു, ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുക. ക്ലോസിംഗ് ക്യാപിറ്റൽ കൂടെ എന്ത് ആഡ് ചെയ്യും? ഡ്രോയിങ്സ് ആഡ് ചെയ്യും. അങ്ങനെ അല്ലേ? ഓക്കെ, ദെൻ ഇറ്റ് ഷോസ് ദ എക്സാക്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സാക്റ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, കറക്റ്റ് ട്രൂ പ്രോഫിറ്റ് ഓർ ലോസ് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ പറ്റും. എന്നാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എക്സാക്റ്റ് പ്രോഫിറ്റ്, കറക്റ്റ് ട്രൂ പ്രോഫിറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല? കണ്ടെത്താൻ പറ്റില്ല. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് ഡിഫറൻസ്, ഇറ്റ് ടേക്ക് ഇൻ ടു അക്കൗണ്ട് പർച്ചേസ്, സെയിൽസ്, റിട്ടേൺ ആൻഡ് ഓൾ എക്സ്പെൻസ് ആൻഡ് ഇൻകംസ് ഫ്രം അസർട്ടൈനിങ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരം നമ്മൾ പ്രോഫിറ്റോ ലോസോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പർച്ചേസ് അക്കൗണ്ട്, സെയിൽസ് റിട്ടേൺ ആൻഡ് അതേപോലെ എക്സ്പെൻസ്, ഇൻകംസ്, അങ്ങനെ എല്ലാ അക്കൗണ്ടും നമ്മൾ പ്രിപ്പയർ ചെയ്യും, അത് കൺസിഡർ ചെയ്യുകയും ചെയ്യും. എന്നാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഇറ്റ് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ക്ലോസിംഗ് ആൻഡ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫോർ അസർട്ടൈനിങ് പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പോൾ പ്രോഫിറ്റ് ഓർ ലോസ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, ദ ലാസ്റ്റ് ഡിഫറൻസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഫ്രം ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് ഓൺലി. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ലെഡ്ജർ അക്കൗണ്ട് ബാലൻസിൽ നിന്നാണ്. അല്ലേ, നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എല്ലാ ലെഡ്ജർ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യും. അല്ലേ, അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. എന്നാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർഡ് പാർട്ട്ലി ഫ്രം ലെഡ്ജർ അക്കൗണ്ട് ആൻഡ് പാർട്ട്ലി ഫ്രം എസ്റ്റിമേറ്റ്, ഫിസിക്കൽ വെരിഫിക്കേഷൻ ആൻഡ് മെമ്മറി. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ബാലൻസ് എവിടെ നിന്ന് എടുക്കും? ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് എടുക്കും. കുറച്ച് എസ്റ്റിമേറ്റ് ചെയ്യും, ഒരു കണക്ക് വെക്കും, ഒരു ഇത്ര ആകും എന്നുള്ള ഒരു എസ്റ്റിമേറ്റ് ചെയ്തു. പിന്നെ ഫിസിക്കൽ വെരിഫിക്കേഷൻ എത്രയാണ് ഫിസിക്കലായിട്ട് കണക്കെടുക്കും. പിന്നെ മെമ്മറി ഉപയോഗിച്ചു. അപ്പോൾ ഒരു എസ്റ്റിമേഷൻ ബേസ്ഡ് ആണ്, അതിൻ്റെ ആ ഒരു ബേസിലാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും തമ്മിലുള്ള ഡിഫറൻസ്. ക്ലിയർ അല്ലേ? വളരെ സിമ്പിളാണ്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, ജസ്റ്റ് ഇതുവരെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൈൻഡിൽ വരും. ക്ലിയർ? നെക്സ്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നമ്മൾ പഠിച്ചു. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നമ്മൾ പഠിച്ചു, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ് ആൻഡ് ലാബിലിറ്റീസ് പ്രിപ്പയർഡ് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം ടു അസർട്ടൈൻ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഏത് മെത്തേഡിലാണ്? സിംഗിൾ എൻട്രി സിസ്റ്റത്തിലാണ്. ഓക്കെ, അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്നവരാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുക. അത് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനാണ്? ഫിനാൻഷ്യൽ പൊസിഷൻ അസർട്ടൈൻ ചെയ്യാനും, ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അസർട്ടൈൻ ചെയ്യാനും. ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ബാലൻസ് ഷീറ്റ് പോലെ തന്നെ അസറ്റ് സൈഡ് ഉണ്ടാകും, ലാബിലിറ്റി സൈഡ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ് ആൻഡ് ലാബിലിറ്റീസ് പ്രിപ്പയർഡ് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം. എന്തിനാണ്? ടു അസർട്ടൈൻ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. ക്ലിയർ? ഇൻ ദി സ്റ്റേറ്റ്മെൻറ്റ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ വാല്യൂ ഓഫ് അസറ്റ് ആൻഡ് ലാബിലിറ്റീസ് ആർ എസ്റ്റിമേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് അവൈലബിൾ ഫാക്ട്, ഫിഗർ ആൻഡ് ഫിസിക്കൽ വെരിഫിക്കേഷൻ. അപ്പോൾ ശരിയായിട്ടുള്ളൊരു കണക്കൊന്നും ഉണ്ടാവില്ല, അവൈലബിൾ ആയിട്ടുള്ള ഫാക്റ്റ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യും. അങ്ങനെ ചില എസ്റ്റിമേറ്റഡ് ഫിഗറിൻ്റെ ബേസിലൊക്കെയാണ് ഈ അസറ്റും ലാബിലിറ്റീസിൻ്റെയും ഒക്കെ വാല്യൂ കണക്കാക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ സിംഗിൾ എൻട്രി സിസ്റ്റം ഒക്കെ എന്താണ്, ഒരു എസ്റ്റിമേഷൻ്റെ ബേസിസിലാണ് കൂടുതലും ചെയ്യുന്നത്. കറക്റ്റായിട്ടുള്ള അക്കൗണ്ടൊന്നും മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് അപ്പോൾ ഒരു എസ്റ്റിമേറ്റ് ചെയ്യാനാണ് പലതും ചെയ്യാറ്. ബൈ പ്രിപ്പയറിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വി ക്യാൻ
ആസ് ദ ടൈം ഓപ്പണിംഗ് ക്യാപിറ്റൽ ആൻഡ് ക്ലോസിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓപ്പണിംഗ് ക്യാപിറ്റലും കിട്ടും, ക്ലോസിംഗ് ക്യാപിറ്റലും കിട്ടും. ക്ലിയർ? അപ്പോൾ ഇതോട് കൂടിയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്നുള്ളത് ഒന്നുകൂടി തറോ ആയിട്ടുണ്ടാകും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആൻഡ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഈസ് പ്രിപ്പയർഡ് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം. നമുക്കറിയാം സിംഗിൾ എൻട്രി സിസ്റ്റത്തിലാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അണ്ടർ ഡബിൾ എൻട്രി സിസ്റ്റത്തിലാണ്. ക്ലിയർ? The value of assets and liabilities shown in this statement are taken partly from actual records and partly from estimate. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ ഈ അസറ്റിൻ്റെയും ലാബിലിറ്റീസിൻ്റെയും ഒക്കെ വാല്യൂ എടുക്കുന്നത് കുറച്ച് റെക്കോർഡ്സിൽ നിന്നും പിന്നെ ഒരു എസ്റ്റിമേഷൻ്റെ ബേസിസിലുമാണ് അതിൻ്റെ അസറ്റിൻ്റെയും ലാബിലിറ്റീസിൻ്റെയും ഒക്കെ വാല്യൂ റെക്കോർഡ് ചെയ്യുന്നത്. എന്നാൽ ബാലൻസ് ഷീറ്റിൽ ദ വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഷോൺ ഇൻ ദി സ്റ്റേറ്റ്മെൻറ്റ് ആർ ടേക്കൺ ഫ്രം ആക്ച്വൽ റെക്കോർഡ്സ് ഓൺലി. അപ്പോൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അസറ്റ്സിൻ്റെയും ലാബിലിറ്റീസിൻ്റെയും ഒക്കെ വാല്യൂ ആക്ച്വൽ റെക്കോർഡിൽ നിന്നാണ് എടുക്കുക. ഓക്കെ, ഇപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റം കീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ട്രൂ ആയിട്ടുള്ള ഫിഗർ കിട്ടും. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ആസ് ഷോൺ ബൈ ദി സ്റ്റേറ്റ്മെൻറ്റ് ഇസ് നോട്ട് റിലയബിൾ. ഫിനാൻഷ്യൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുന്നുണ്ട് എങ്കിൽ പോലും അത് വിശ്വാസയോഗ്യമായ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ അല്ല, നോട്ട് റിലയബിൾ അല്ല. ഓക്കെ, എന്നാൽ ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ കറക്റ്റായിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷൻസ്, റിലയബിൾ ഫിനാൻഷ്യൽ പൊസിഷൻസ് ആണ് ഷോ ചെയ്യുന്നത്. അതാണ് എന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻസ് എന്താണെന്ന് മനസ്സിലാവും. അത് പക്ക കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ക്യാപിറ്റൽ ആൻഡ് പ്രോഫിറ്റ് ഓർ ലോസ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ക്യാപിറ്റൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, ക്യാപിറ്റൽ കണ്ടെത്താനും അതേപോലെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഡിറ്റർമൈൻ ചെയ്യാനും അത് കണ്ടെത്താനൊക്കെയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ ബാലൻസ് ഷീറ്റ് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ക്ലിയർ? ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർഡ് ബൈ ദി സ്മോൾ കൺസേൺ വിച്ച് ഹാവ് വെരി ഫ്യൂ ട്രാൻസാക്ഷൻസ്. ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്, ചെറുകിട ബിസിനസ് ചെയ്യുന്നവർ, കുറച്ച് ട്രാൻസാക്ഷൻസ് നടത്തുന്ന ആൾക്കാർ, അവരൊക്കെയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുക. അവർ തന്നെയാണ് എന്ത് സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. എന്നാൽ ബാലൻസ് ഷീറ്റ് ഇറ്റ്സ് പ്രിപ്പയർഡ് ബൈ ദി ബിഗ് കൺസേൺ വിച്ച് ഹാവ് ലാർജ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ. വലിയ വലിയ കമ്പനികളും വലിയ വലിയ ബിസിനസ് മാൻമാരും അങ്ങനെ ലാർജ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ഉള്ളവരൊക്കെയാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ വലിയ ബിസിനസ്മാൻമാർ അല്ലെങ്കിൽ വലിയ ബിസിനസ് കൺസേൺ കമ്പനികളൊന്നും സിംഗിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യില്ല. ഓക്കെ, ദ ലാസ്റ്റ് ഡിഫറൻസ്, ട്രയൽ ബാലൻസ് ഇസ് നോട്ട് പ്രിപ്പയർഡ് ബിഫോർ ഇറ്റ്സ് പ്രിപ്പറേഷൻ. അല്ല, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാറില്ല. അതിന് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണമെന്നെങ്കിൽ ട്രയൽ ബാലൻസിൻ്റെ ആവശ്യമില്ല. ഓക്കെ, എന്നാൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും. ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് ബിഫോർ ഇറ്റ്സ് പ്രിപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന മുന്നേ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഇതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്കോ അല്ലെങ്കിൽ സ്ക്രീൻ ഷോട്ട് ഔട്ട് എടുത്ത് വെക്കുക. ഓക്കെ, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഈ മൂന്ന് ഡിഫറൻസ്, സിംഗിൾ എൻട്രിയും ഡബിൾ എൻട്രിയും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു. അതേപോലെ ബാലൻസ് ഷീറ്റും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് കൺവേർഷൻ മെത്തേഡാണ് അല്ലേ? അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ നെക്സ്റ്റ് ക്ലാസ്.